ചെല്ലാനത്ത് ക്യാമറ കണ്ണുകൾ മിഴി തുറന്നു. 57 നിരീക്ഷണ ക്യാമറകളാണ് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ണമാലി പോലീസ് സ്റ്റേഷനിലും ചെല്ലാനം പഞ്ചായത്ത് ഓഫീസിലുമാണ് ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിനായി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ പ്രവർത്തനോദ്ഘാടനം കൊച്ചി MLA KJ മാക്സി നിർവഹിച്ചു. കണ്ടക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ പാരിഷ് മിനി ഹാളിൽ വെച്ചായിരുന്നു ചെല്ലാനം ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയായ മാലിന്യമുക്ത നവകേരളം നിരീക്ഷണ ക്യാമറയുടെ പ്രവർത്തനോദ്ഘാടനം കൊച്ചി MLA KJ മാക്സി നിർവഹിച്ചത്. പഞ്ചായത്ത് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഒരുപിടി കൂടി മുന്നോട്ട് പോവുകയാണ്. ഒരുപിടി കൂടി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് നമ്മുടെ നാടിൻ്റെ തന്നെ ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ചെല്ലാനം പഞ്ചായത്ത്. കടലുകളും കായലുകളും തോടുകളൊക്കെ ആയിട്ടുള്ള ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള നമ്മുടെ മണ്ഡലത്തിൻ്റെ തന്നെ പ്രധാന പ്രദേശമാണ് ചെല്ലാനം പഞ്ചായത്ത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തോടുകളും പുഴകളും ഒക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഒരു ടൂറിസം പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെല്ലാനം. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ശുചിത്വമായിട്ട് നമുക്ക് ഈ നാട്ടിൽ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അലക്ഷ്യമായ രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും വലിച്ചെറിയുന്ന രീതിയൊക്കെ മാറ്റി അതൊക്കെ ഹരിതകർമ്മസേനയെ കൊണ്ട് അതെല്ലാം പഠിപ്പിച്ച് നാളെ ഏറ്റവും ശുദ്ധമായി പോകാനുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തുന്നത്. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിനും നിയമവിരുദ്ധമായി വാഹനമോടിക്കുന്നത് തടയുന്നതിനുമാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചതിന്റെ പ്രധാന ലക്ഷ്യം. 57 നിരീക്ഷണ ക്യാമറകളാണ് ചെല്ലാനം പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലായി 30 ലക്ഷം രൂപ ചിലവഴിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കണ്ണമാലി പോലീസ് സ്റ്റേഷനിലും ചെല്ലാനം പഞ്ചായത്ത് ഓഫീസിലുമായാണ്. ചടങ്ങിൽ ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ജോസഫ് അധ്യക്ഷത വഹിച്ചു. എന്നതിന്റെ പേരിൽ നമ്മൾ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുവാൻ ഉദ്ദേശിച്ചു. അപ്പൊ അതിനെ നമ്മൾ ടെൻഡർ വെച്ച് 30 ലക്ഷം രൂപയാണ് അതിന്റെ അടക്ക തുക നമ്മൾ കൊടുക്കുന്നത്. പഞ്ചായത്ത് 30 ലക്ഷം രൂപയെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചു. അതിന്റെ പൂർത്തീകരണ ദിവസമാണ് ഇന്ന്. ഏതാണ്ട് 50 ഇടങ്ങളിൽ ഇത് ഒരു വാർഡ് ഇത്ര എന്ന രീതിയിലല്ല നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എവിടെയൊക്കെയാണ് മാലിന്യം കൂടുതൽ തള്ളുവാൻ സാധ്യത, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ ലഹരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളത്, ആ വഴികളെയൊക്കെ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതൊക്കെ നമുക്ക് നിരീക്ഷണത്തിലാക്കുവാനായിട്ട്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോർജ് നിക്സൺ, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സിമൽ ആന്റണി, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എസ്പമ സെബാസ്റ്റ്യൻ, സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് വികാരി ഫാദർ സോളമൻ ചാരങ്ങാട്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KD പ്രസാദ്, പഞ്ചായത്ത് സൂപ്രണ്ട് ജോസഫ് CA, ചെല്ലാനം അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജിനി P വർഗീസ്, ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി TV അനന്തൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സെൽവരാജ്, വാർഡ് മെമ്പർമാരായ പയസ് ആൽബി, റോസി പെക്സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അപ്പോൾ 57 ക്യാമറയാണ് നമ്മുടെ ഈ 1-ാം വാർഡ് മുതൽ 21-ാം വാർഡ് വരെയുള്ള നിരീക്ഷണത്തിന് വേണ്ടി നമ്മളിവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ വളർച്ചയല്ല, ചില തിന്മകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, നമ്മളെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ചില സാമൂഹ്യപരമായ കുറവുകളെ, അഴുക്കുകളെ പരിഹരിക്കുവാനുള്ള പരിശ്രമമാണ് ഇന്ന് ചെല്ലാനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത്. ചെല്ലാനം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കും SC/ST വിദ്യാർത്ഥികൾക്കും MLA KJ മാക്സി ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വൃദ്ധശുദ്ധിയുടെ നാളുകളിൽ ഷോപ്പിംഗിന്റെ വിസ്മയമൊരുക്കി ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്. എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഉയർന്ന ഗുണമേന്മയിലും വമ്പിച്ച വിലക്കുറവിലും. റംദാൻ സ്പെഷ്യൽ ഐറ്റംസ് എന്നിങ്ങനെ എല്ലാ അവശ്യ വസ്തുക്കളും ഒരു കുടക്കീഴിൽ. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഫാഷൻ സ്റ്റോർ, ചുള്ളിക്കൽ.